നമ്മുടെ സാബുച്ചേട്ടൻ, കിറ്റക് സാബുച്ചേട്ടൻ ഇന്നലെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ചിലതൊക്കെ പറയുന്നത് കേട്ടു. ആദ്യം അതിൽ ഇത്തിരി കാര്യങ്ങൾ കേട്ടിട്ട് ബാക്കി പിന്നീട് പറയാം. ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിന്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെയോ അനുമതി ആൻഡോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ സാറ്റലൈറ്റ് ചാനൽ നടത്താനായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. KJ ജോസഫ് സാറ്റലൈറ്റ് ചാനൽ ഡയറക്ടർ അപേക്ഷ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തള്ളി. കാരണം എന്താണെന്നറിയോ? ദേശീയ സുരക്ഷ ആൻഡോ അഗസ്റ്റിന് ഇങ്ങനെ ഒരു റിപ്പോർട്ടർ ടിവിയുടെ MD എങ്ങനെയായി? അപ്പൊ ഒരു ദേശീയ സുരക്ഷയുടെ ക്ലിയറൻസ്, MHAയുടെ ക്ലിയറൻസ് കിട്ടാത്ത ഒരാള് എങ്ങനെ റിപ്പോർട്ടർ ടിവിയുടെ MD ആയി? അപ്പോ ഇതിന് നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ. ഇതാണ് നമ്മുടെ സാബു ചേട്ടൻ്റെ പത്രസമ്മേളനം. നമ്മൾ പണ്ട് ആന അലറലോടലറി എന്നൊക്കെ പറയുന്നത് പോലെ സാബു ചേട്ടൻ അലറലോടലറുന്ന ഒരാളായിരുന്നു. പക്ഷെ അന്നൊക്കെ ചേട്ടൻ അലറലോടലറുമ്പോൾ ആ ശബ്ദം എല്ലാവരും ശ്രദ്ധിച്ചത് ആ പറയുന്നതിൽ എന്തൊക്കെയോ കാമ്പും കഴമ്പും ഉണ്ട് എന്ന് കുറേ പേർ തെറ്റിദ്ധരിച്ചാണ്. അല്ലാതെ അലറുന്ന ശബ്ദം നമ്മുടെ സൈറനെയൊക്കെ പോലെ, ആംബുലൻസിൻ്റെ ശബ്ദം പോലെ എന്തെങ്കിലും സവിശേഷമായ ചില സന്ദേശങ്ങൾ നൽകുന്ന ശബ്ദം മാത്രമാണ്. അങ്ങ് ഇതുപോലെ അലറിപ്പറഞ്ഞ വീഡിയോ ക്ലിപ്പ് പലരും അങ്ങേ കേൾപ്പിച്ചിട്ടുണ്ട്, ഞാനും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് BJPയിൽ പോകണമെങ്കിൽ, മന്ത്രിയാകണമെങ്കിൽ നിങ്ങളെല്ലാവരെയും വിറ്റ് എനിക്ക് അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞ അങ്ങ് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും സ്വയം വെടിവെച്ച് മരിക്കാൻ ധൈര്യമില്ലാത്തതിൻ്റെ പേരിലും ജയിലിൽ കിടക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിലും കച്ചവട രംഗത്തെ തകർച്ച അത് നേരിടാൻ തയ്യാറല്ലാത്തതിൻ്റെയും പേരിൽ ചില ചുവടുമാറ്റങ്ങൾ നടത്തേണ്ടി വന്നതിനെ ഞാൻ വിമർശിക്കത്തൊന്നുമില്ല. കാരണം ജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അവകാശം അങ്ങയുടേത് മാത്രമാണ്. അതിനെ ബഹുമാനിക്കലാണ് ഒരു സഹജീവി എന്നുള്ള നിലയിൽ എൻ്റെ നിലപാട്. പക്ഷേ അങ്ങനെ ഒരു ബഹുമാനാദരവ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അങ്ങനെയൊക്കെ നടത്തിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ വലുതായിട്ട് കിടന്ന് ബഹളം വച്ച് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കരുത്. പിന്നെ എന്ത് വേണം? ഈ പറഞ്ഞതെല്ലാം കാരണം രാഷ്ട്രീയക്കാരൊക്കെ വെറും നിലപാടില്ലാത്ത കള്ളന്മാരായ വൃത്തികെട്ടവന്മാരാണെന്ന് അലറി വിളിച്ചാണല്ലോ അങ്ങ് പഞ്ചാരയും മണ്ണെണ്ണയും കൊടുത്ത് ഒരുപാട് ആളുകളെ രംഗത്തിറക്കിയത്. അവസാനം ഇപ്പോൾ ആ പഞ്ചാര കഴിക്കുന്ന രൂപത്തിലേക്ക് കൂടെ നിന്നവർക്ക് വാക്കി ഒറ്റച്ചാട്ടത്തിന് അപ്പുറത്തേക്ക് ചാടിയ അങ്ങ് പിന്നെ അലറി വിളിക്കരുതെന്ന് മാത്രമല്ല, ഇങ്ങനെ റിപ്പോർട്ടർ ചാനലിനെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ കേരള സമൂഹത്തിൽ അവരർഹിക്കാത്ത, അവർക്കില്ലാത്തൊരു അംഗീകാരം നിങ്ങളുണ്ടാക്കി കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ സാബു ചേട്ടൻ പറഞ്ഞു എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് ഒരുപാട് പേർ ചിലപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ പിന്തുണയ്ക്കാൻ തയ്യാറാവും. കാരണം അത്ര ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതൊന്ന് ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുത്ത് ശബ്ദമൊക്കെ കുറച്ച് ഒന്ന് റെഡിയായി വന്ന് നിങ്ങളുടെ കച്ചവടമൊക്കെ റെഡിയാക്കി ഏതൊരു ലക്ഷ്യത്തിനാണോ അപ്പുറത്ത് പോയി ചാടിപ്പെട്ടത്, അത് രാജ്യത്തെ രക്ഷിക്കാനൊന്നും അല്ലെന്ന് നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അറിയാം, നിങ്ങൾക്ക് അടുപ്പമുള്ളവർക്കും അറിയാം, എല്ലാം അറിയാം. അതിപ്പം സാബുച്ചേട്ടൻ അങ്ങോട്ട് ചാടിയതുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താനോ കേരളത്തെ മറിക്കാനോ കേരളത്തെ തിരിച്ചു പിടിക്കാനോ കേരളത്തിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും പറ്റത്തില്ലെന്ന് ചേട്ടനും അറിയാം, കൊണ്ടുപോയ അവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത് നമ്മളിലെ വെടിവേറ്റ് മരിച്ച CJ റോയിയുടെ കാര്യത്തിൽ സംശയിക്കുന്നത് പോലെ ആളുകൾ സംശയിച്ച് കണ്ടെത്തിയ ഉത്തരവാണ് നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നത്. അതുകൊണ്ട് ആ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ വേറെ നീതിയുടെയും വലിയ സാമാന്യ നീതിയുടെയും തത്വത്തിൻ്റെയും ഇനി ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്ന ആളിൻ്റെ ആൾരൂപവുമൊക്കെ ആയി നിങ്ങൾ നിൽക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിശ്വസിച്ച് പണ്ട് പാലാരിവട്ടം പാലത്തുനിന്ന് ജെട്ടി ഊരി എറിഞ്ഞ ബെന്നിച്ചേട്ടനെ പോലെയൊക്കെ ഉള്ളവർ കൂടുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ഈ അനീതിയും നിങ്ങൾ പണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആ നീതിയുടെ ശബ്ദമൊക്കെ വിശ്വസിപ്പിച്ചിട്ട് വേണം ഇനി ഇതുപോലെയുള്ള സംഗതികളൊക്കെ ചെയ്യാനും നടത്താനും. അതുകൊണ്ട് ദയവായി ചിരിപ്പിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.